and fly away with me. Come 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 and fly. ഹലോ ഗൈസ്, വെൽക്കം ടു ടേസ്റ്റി ബറക്കത്ത്. നമുക്കിന്ന് ഒരു നല്ലൊരു അടിപൊളി ഡിഷ്, ഒരു എഗ് ബോക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു പാത്രം വെക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മളിവിടെ 6 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. അത് ബോയിൽ ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പതുക്കെ ഒലിച്ചെടുക്കാം. ഇനി നമുക്കൊരു ഫ്രൈ പാനിലേക്ക് 3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 3 അല്ലി ഗാർലിക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. രണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ബ്ലാക്ക് പെപ്പർ 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഗരം മസാല 1 സ്പൂൺ. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രീൻ ചില്ലി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 300 ഗ്രാം മൈദ എടുക്കാം. അതിലേക്ക് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഈ ഒരു പരുവമാവണം. ഇനി ഈ പാനിലേക്ക് നമുക്ക് ഇത് ഓരോന്ന് ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കാം. എന്നിട്ട് ഇത് നൈസായിട്ട് മാറ്റാം. ഇതിൻ്റെ മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു എഗ്ഗിൻ്റെ പകുതി പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് ഇതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നൈസായിട്ട് റോൾ ചെയ്യാം. ഇങ്ങനെ മടക്കി വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ ബ്ലാക്ക് പെപ്പറും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ മടക്കി വെച്ച എഗ് ബോക്സ് ഇതിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് സൺഫ്ലവർ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. നമുക്ക് സർവ് ചെയ്യാം. നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.